ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പാട്ട് ഉണ്ടാക്കണത്, കലക്കി ചുട്ടപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലാട്ടോ, സാധാരണ വറുത്ത പൊടിയിലേക്ക് ഉപ്പും തിളച്ച വെള്ളവും പച്ചവെള്ളവും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണ അപ്പമാണ്. നീർദോശ എന്നൊക്കെ പറയില്ലേ. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇളയ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അപ്പം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിക്കും. അവന് ഈ അപ്പവും കടലയും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ അപ്പം നമ്മളിങ്ങനെ ദോശ പോലെ പരത്തി ചുട്ടെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഷേപ്പൊന്നും ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പത്തിൻ്റെ ഷേപ്പ് ആവണ വരെ മാവ് ഒഴിച്ച് ഫില്ല് ചെയ്യണം. അങ്ങനെയാണ്. പിന്നെ അത് മൂടി വെച്ച് വേവിച്ചിട്ട് മറിച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കും. അങ്ങനെ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് തന്നെ ഞാൻ കടലയും കുത്തി കാച്ചിയായിട്ട് എടുക്കുന്നത്. കറിയാക്കിയിട്ട് ഉള്ളി മുളകൊക്കെ ചതച്ചിട്ട് നമ്മൾ കുത്തി കാച്ചിയെടുക്കൂല, അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ അപ്പം റെഡി ആയിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ അപ്പമാണ്. അങ്ങനെ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ സമയം നമുക്കിങ്ങനെ അപ്പം ചുട്ടുകൊണ്ട് നിൽക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ കുട്ടികൾ പറയുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഈ കുറേ സമയം വേണമല്ലോ അപ്പം ചുട്ട് ഇങ്ങനെ തീർന്നു വരുമ്പോഴത്തേനും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഇറങ്ങി പോകേണ്ടതെന്ന് തോന്നും ചില സമയത്ത് ചൂടധികം വരുമ്പോൾ. ഇപ്പോൾ എറണാകുളം ജില്ലയൊക്കെ ഉഷ്ണതരംഗ ബാധ്യത മേഖലയാക്കി പ്രഖ്യാപിച്ചേക്കല്ലേ. ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ രാവിലെ തന്നെ ഒരു ചായ കഴിയൂട്ടോ. നമുക്ക് പാലൊഴിച്ചിട്ട് ഒരു ചായ രാവിലെ കുടിച്ചിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചിലപ്പോൾ കട്ടൻ ചായ വയ്ക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കും, അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ചോറപ്പം ഞാൻ വിറകടുപ്പത്തേക്ക് കുറേ വിറക് ഇങ്ങനെ വീടിന് ചുറ്റുമുണ്ട്. എല്ലാ മരങ്ങൾ ഉണങ്ങിയ, ഞാൻ പറഞ്ഞില്ലേ, കുറേ മരങ്ങൾ വെട്ടി വിറകൊക്കെ മുകളിലിട്ടിട്ടുണ്ടായി. അതൊക്കെ തൊട്ടാ കത്താൻ ഭാഗത്തിന് എടുക്കാണ്. വീടിനും ചേർന്നും കിടക്കണ്ട. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കത്തിച്ചില്ലെങ്കിൽ ഇനി മഴക്കാലം വരുമ്പോഴത്തേനും അതൊക്കെ അവിടെ ചെതലിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അവിടെ ചോറൊക്കെ റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളവും അവിടെ തിളപ്പിച്ചെടുക്കും. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കായ ഞാൻ വാഴ വെട്ടിയത് കാണിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് അധികം മൂത്തിട്ടുണ്ടായില്ല. ആ കായ ഇരുന്നിപ്പോൾ ഒന്നുകൂടി മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കായ ഞാൻ എടുത്തിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാളയംകുടം കായാണ്. അപ്പോൾ അത് കുത്തി കച്ചാനായിട്ട് ഉള്ളി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഉള്ളിയും മുളകും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേപ്പിലയൊക്കെ ഇട്ടിട്ട് ഈ കായ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് മെഴുക്ക് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കായ് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഞാനിത് ആദ്യമേ അധികം കൊഴുപ്പില്ലാത്ത കഞ്ഞിവെള്ളത്തിലേക്കാണ് ഈ കായ അരിഞ്ഞിട്ടത്. നല്ല കറയുണ്ടാവും. അപ്പോൾ അത് കഞ്ഞിവെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ട് വീണ്ടും 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലും കൂടി കഴുകി എടുത്തതാട്ടോ, അല്ലെങ്കിൽ കറുത്തിരിക്കും. പിന്നെ ഇത് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ആവിയിൽ വെന്താൽ മതി. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവണവരെ തീ മീഡിയത്തിലിട്ടിട്ട് പിന്നെ സിമ്മിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല മെഴുക്ക് വരട്ടി കിട്ടും. പിന്നെ ഇതും കൊണ്ട് തന്നെ തോരനൊക്കെ വയ്ക്കാം കേട്ടോ. കറിയും വയ്ക്കാം. നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കറിയൊക്കെ വയ്ക്കാം. ഞാൻ നോക്കുമ്പോൾ ഇതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് പഴുക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് പിള്ളേർ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇനി ഇത് കറിക്കൊന്നും എടുക്കണില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെ മെഴുക്ക് വരട്ടി എടുത്തു. പിന്നെ ഞാൻ ചാള ഇതിൻ്റെ ഇടയ്ക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഞാൻ മുളക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ഈ കായൊക്കെ അരിഞ്ഞും മീനൊക്കെ ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും നല്ലൊരു സമയമായി. അപ്പോൾ അതിന് രാത്രി എങ്ങാനും മുളകിടാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചു.
നമുക്കാണെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്ത് അങ്ങോട്ട് നീങ്ങാത്ത പോലെ തോന്നിട്ട് ഈ ചൂടത്ത് ഇങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഇരുന്നാൽ മതിയെന്ന് തോന്നും. അങ്ങനെ ഇന്നത്തെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടോ. പിന്നെ ഇത് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ മുറ്റത്ത് കുറച്ച് കിളികളും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുത്തേക്ക് എന്നാൽ അവർ പോകും. ദൂരെ നിന്ന് ഞാൻ സൂം ചെയ്തെടുത്തതാട്ടോ. കുഞ്ഞു കിളികളാണ്. ഈ കിളികൾ ഈ ചെത്തിയിൽ പൂവുണ്ടാകുമ്പോഴും വരാറുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ഉണ്ട് ഈ കിളികൾ. ഈ പൂവിൻ്റെ അകത്തേക്ക് കയറി പോകാനുള്ള അത്രേ ഉള്ളൂ, ഒരു വിരലിന് അത്രേ ഉള്ളൂ കേട്ടോ ആ കിളികൾ. അപ്പോൾ അതുങ്ങൾ ഈ പൂവിൻ്റെ അകത്തേക്ക് ഇവർക്കൊരു നീണ്ട കുഴലുണ്ട്. ആ കുഴൽ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് തേൻ കുടിക്കണതാണ്. അങ്ങനെ അവർ തേനൊക്കെ കുടിച്ച് പോയി. എൻ്റെ ഈ അടീനിയത്തിൽ എപ്പോഴും പൂവുണ്ടാവും കേട്ടോ. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും സ്ഥിരമായിട്ട് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ അടീനിയം. അതുപോലെ തന്നെ ഒരു ശ്രീലങ്കൻ മുല്ലയുണ്ട്. അതും ഏത് കാലാവസ്ഥയാണെങ്കിലും അതിലും എപ്പോഴും പൂവാണ്. ഈ രണ്ട് ചെടികളും മുടക്കമില്ലാതെ പൂവുണ്ടാവുന്ന ചെടികളാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരുപോലെ പൂവുണ്ടാവും. പക്ഷേ ചില അടീനിയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, മഴക്കാലമായാൽ പൂക്കൾ ഉണ്ടാവാറില്ല. അങ്ങനത്തെ അടീനിയം ഉണ്ട്. ഇത് 2 സീസണിലും പൂവുണ്ടാവുന്ന അടീനിയാണ്. ഇത് പണ്ട് മുതലേ എൻ്റെ കയ്യിലുള്ളൊരു തയ്യാട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നിട്ട് ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ട് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട്. അപ്പോൾ താഴെയും മുകളിലൊക്കെ ചെടികൾ നനച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം.